Hi dear friends, നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ടെൻഡർ കോക്കനട്ട് കേക്ക്, അതായത് ഇളനീര് കൊണ്ടുണ്ടാക്കുന്ന കേക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടത് കഴിക്കാൻ. ഇത് ഇളനീരിൻ്റെ ക്രഷ് വാങ്ങിയിട്ടും ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇളനീര് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. ഫ്രഷ് ആയിട്ടുള്ള ഇളനീര് വെച്ച് ചെയ്യുമ്പോഴാണ് ഈ കേക്കിന് അധികം ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഫ്രഷ് ആയിട്ടുള്ള ഇളനീര് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇളനീരിൻ്റെ ക്രഷ് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ നമ്മൾ സ്ട്രോബെറിൻ്റെ ക്രഷൊക്കെ വാങ്ങുന്നില്ല, അതേപോലെ തന്നെ ഇളനീരിൻ്റെ ക്രഷും വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിയിട്ടും ചെയ്യാം. ഈ കേക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വനില സ്പഞ്ച് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഷുഗർ പൊടിച്ചത് കുറേശ്ശെ ആഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നല്ലപോലെ ക്രീമി ആയിട്ട് വരുന്നത് വരെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ട നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് ഇളം ചൂടുള്ള പാല് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ബീറ്റർ ഉപയോഗിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്പാച്ചില വെച്ചിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 8 ഇഞ്ചിൻ്റെ മോൾഡാണ് ഞാനിതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് മൈദ കൊണ്ട് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 40 to 45 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. സ്പഞ്ച് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഇത് ഇളനീർ കേക്കാണല്ലോ, അപ്പോൾ ഇതിലേക്ക് ഇളനീര് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് 2 ഇളനീരിൻ്റെ പൾപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടല്ല വെറ്റ് ചെയ്തെടുക്കുന്നത്, ഇളനീരിൻ്റെ വെള്ളം വെച്ചിട്ടാണ്. അതുകൊണ്ടൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഇളനീരിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കണം. പൊടിക്കാത്ത ഷുഗറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പൾപ്പിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് കേക്ക് വെറ്റ് ചെയ്തെടുക്കാനുള്ള സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള പൾപ്പ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിലിട്ടിട്ട് അടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിന്, നല്ല ഹൈറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്പഞ്ച് ഞാൻ 4 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ലെയർ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ലെയർ സ്പഞ്ച് ഞാൻ കേക്ക് ബോർഡുമ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ സിറപ്പ് വെച്ചിട്ട് നമുക്ക് ഈ കേക്കൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിന് മുകളിലായിട്ട് നല്ല കട്ടിയിൽ തന്നെ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ ഉണ്ടാവും. അതല്ല നമുക്കിത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് ഒന്നിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താലും മതി. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ സ്പഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. അതിന് മുകളിലായിട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ട് ഇളനീരിൻ്റെ പീസസ് കൂടി ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ലെയർ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം മാത്രമേ ഇത് സെക്കൻഡ് കോട്ട് ക്രീം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് സെക്കൻഡ് കോട്ട് ക്രീം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രീമിൽ കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുണ്ട്.
പൈപ്പിംഗ് ബാഗിൻ്റെ താഴെ മാത്രമേ ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുള്ള ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിന് മുകളിലായിട്ട് വൈറ്റ് ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല കട്ടിയിൽ തന്നെ ക്രീം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഡെക്കറേഷന് വേണ്ടിയിട്ട് കേക്കിൻ്റെ മുകളിൽ കുറച്ച് സിൽവർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഈ ടെൻഡർ കോക്കനട്ട് കേക്ക് ഉണ്ടാക്കാൻ ഫ്രഷ് ആയിട്ടുള്ള ഇളനീര് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഷോപ്പിലൊക്കെ ഇതിൻ്റെ ക്രഷ് അവൈലബിൾ ആണ്. നമ്മൾ സ്ട്രോബെറിൻ്റെ ക്രഷൊക്കെ വാങ്ങാമല്ലേ, അതേ ബോട്ടിൽ തന്നെ ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ ക്രഷ് വാങ്ങാൻ കിട്ടും. അപ്പോൾ എല്ലാവരും ഷോപ്പിൽ പോകുമ്പോൾ അതൊന്ന് വാങ്ങിയിട്ട് വന്നിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഇളനീര് കിട്ടുകയാണെങ്കിൽ അതുപോലെ ചെയ്യാം. ഫ്രഷ് ആയിട്ടുള്ള ഇളനീരാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.